ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പേടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ വീട്ടിലുള്ളവർ എന്തായാലും ഒന്ന് റെഡിയാക്കിയിട്ട് നോക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മാംഗോ പേട എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ പഴുത്തിട്ടുള്ള 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നമുക്ക് നമ്മുടെ മാങ്ങ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ ഒന്ന് അരഞ്ഞിട്ട് കിട്ടാനുള്ള പാല് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല മധുരമുള്ള മാങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ മാങ്ങയും കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് വലിയ ജാറിൽ വേണമെങ്കിലും അരച്ചെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലതുപോലെ അരഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 വട്ടമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഞാൻ ചെറിയ ജാറിൽ അരച്ചെടുക്കുന്നതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മറ്റേ മാങ്ങയും കൂടെ കുറച്ച് പാലൊഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ ബാക്കിയുള്ള മാങ്ങയും കൂടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കാം. എങ്ങനെ നമുക്ക് ഇത് റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും പീസ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഇല്ലാത്തവർ നെയ്യും ചേർത്ത് കൊടുക്കുക. പക്ഷേ ബട്ടർ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. നെയ്യ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടറൊക്കെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ തീയൊക്കെ നല്ല സിമ്മിലിടണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ബട്ടറൊക്കെ നല്ലതുപോലെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 മാങ്ങ എടുത്തുകൊണ്ട് എനിക്ക് 2 കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 2 കപ്പ് മാംഗോ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 2 കപ്പ് മാംഗോ പ്യൂരിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മുടെ ആ ബട്ടറും മാംഗോ പ്യൂരിയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ നല്ലതുപോലെ മധുരം ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പഞ്ചസാരയുടെ അളവ് നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. ഇപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 5 സ്പൂൺ പഞ്ചസാരയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസായിട്ട് വരും. അത് കുഴപ്പമില്ല. നമ്മൾ കുറച്ച് സമയം അതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ല തിക്കായിട്ട് തന്നെ വരും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ തീ സിമ്മിലിടണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.25 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.25 കപ്പ് പാൽപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂണ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ബാറ്റർ നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് പാൽപ്പൊടിയും കോൺഫ്ലവറും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാൻ നല്ലൊരു ബുദ്ധിമുട്ട് വരും. അത് കുഴപ്പമില്ല. നമുക്ക് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് തീ ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടെടുക്കുക. നമ്മൾ കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് അടിക്ക് പിടിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുക. നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് നല്ലതുപോലെ വിട്ട് പോരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. നമ്മുടെ ബാറ്റർ നല്ലതുപോലെ തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം നമ്മുടെ മാംഗോ പേട ഇവിടെ റെഡി ആയിക്കണമെന്നുള്ളതാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്താൽ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പം ഞാനിതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തതാണ്. നമ്മുടെ മാംഗോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് ഇനി സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അടിക്ക് പിടിക്കണീനാണ് ഇതുപോലെ ബട്ടർ തേച്ച് കൊടുത്തിരിക്കുന്നത്. നെയ്യ് തേച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷമാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നല്ലതുപോലെ തണുത്തിട്ട് വരണ്ട, നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് തണുത്തിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്ക് നമ്മുടെ മാംഗോന്ന് ഒരു സ്പൂണിൽ കുറച്ചെടുത്തിട്ട് നമുക്കിതുപോലെ ബോൾസ് ആക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ മാംഗോ പേടയൊക്കെ ഇതുപോലെയുള്ളൊരു ഷേപ്പായിരിക്കുമല്ലോ, അപ്പം നമുക്ക് അതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ മാംഗോ പേടയുടെ ഒക്കെ ഷേപ്പ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാംഗോ ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതുപോലെ മുഴുവനായിട്ടും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രീൻ കളർ ജൂട്ടി ഫ്രൂട്ടി വെച്ച് കൊടുത്തതാണ്. അത് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.